കഥകളും കവിതകളും ഹൃദയത്തിൽ കുറിക്കുന്ന കവികളെ, കഥാകാരരെ, അക്ഷരത്തുണ്ടുകളാൽ അക്ഷയത്തിരി തെളിക്കും അതിശ്രേഷ്ഠരാ മാനവരേ, ഒരു ജന്മകാലമാകെ കോർത്തെടുത്ത കാവ്യം തന്നതില്ല ദാഹജലം പോലുമെങ്കിലും. കാലാന്തരകാലേ പൂജ്യപാദ സ്മൃതികളായി ഏകുന്നു പ്രണാമം മഹച്ചിത്തങ്ങൾക്കു നാം. കാലാന്തരകാലേ പൂജ്യപാദ സ്മൃതികളായി ഏകുന്നു പ്രണാമം മഹച്ചിത്തങ്ങൾക്കു നാം. കഥകളും കവിതകളും ഹൃദയത്തിൽ കുറിക്കുന്ന കവികളെ, കഥാകാരരെ. ഒരെഴുത്തുകാരൻ എഴുതുവാൻ ആദ്യം വേണ്ടത് തൂലികയും കടലാസുമല്ല, മറിച്ച് വിഷയവും ഭാവനയുമാണ്. പത്രമാസികകൾക്കു കഥ വിറ്റ് ഉപജീവിക്കുന്ന എന്നെപ്പോലൊരവശ്യ കഥാകാരന് ആശയദാരിദ്ര്യവും ഭാവനാശൂന്യതയും പട്ടിണിയിലേക്കുള്ള പടിവാതിലാണ്. ജീവിതത്തിൽ ഞാൻ കളിക്കുന്ന ഏകാംഗ നാടകത്തിന് ഇനി കുറച്ചുനാൾ എൻ്റെ അരവയർ നിറയണമെങ്കിൽ ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നത് ഒരു കഥയുടെ ബീജം എൻ്റെ ഭാവനയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട, നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട. പരിപ്പുവട പക്കുവട. വാടകയിട്ട് തരുകയില്ല, മൂറിയിട്ട് ഒഴിഞ്ഞു തരുകയില്ല. തൻ്റെ ഉദ്ദേശം എന്താടോ? ചേട്ടാ, ഞാൻ ഉടനെ തരാം ചേട്ടാ. തരുമെന്ന ഈ വാക്ക് മാത്രം. ഞാനേ വാടകക്കാശാ ചോദിച്ചത്. അല്ലേ വേണ്ട, താൻ ഈ റൂം ഒഴിഞ്ഞേക്കെ. അയ്യോ അല്ല ചേട്ടാ, ഞാൻ ഉടനെ തരാം ചേട്ടാ. ഉടനെ ഒന്നും താൻ തരില്ലെന്ന് എനിക്കറിയാം. ഒരു ഡേറ്റ് പറ, അന്ന് തന്നോ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മാന്യതയുള്ള പെരുമാറ്റമൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ഏതാ ചേട്ടാ? ഒരാഴ്ചത്തെ സമയം കൂടി എനിക്ക് തരണം. അതിനപ്പുറം പോകില്ല, ഉറപ്പ്. അതിനപ്പുറം പോകാതിരുന്നാൽ തനിക്ക് കൊള്ളാം.
അതെങ്ങനാ ഓരോ അവന്മാര് വന്നങ്ങ് ചാടിക്കോളും. നാട്ടുകാരനാ, സ്വന്തക്കാരനാ, കൂട്ടുകാരനാ, അമ്മാച്ചനെ മോളെ കെട്ടിയതാ എന്നൊക്കെ പറഞ്ഞേച്ച്. അതാണ്ടേ ഇന്നലെ തന്നെ ഒരു വല്യപ്പൻ സൂസമ്മയുടെ വകയിലെ ഒരു കിളവിയുടെ മോന്റെ കൊച്ചിന് ഏതാണ്ട് സൂക്കേടെന്നും പറഞ്ഞു. സൂസമ്മ കേട്ടവാതി 1003 ഗാന്ധി എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തോ പിടിച്ചോന്നും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പെങ്കൊച്ചൊരെണ്ണം വളർന്നു വരുമോ എന്നുള്ള വിചാരമേ ഇല്ലാത്ത പോലെ അവക്ക്. ചേടാന്ന് പറയുമ്പോഴേക്കേ അവളങ്ങ് വളരും. അല്ല ഇപ്പോഴേ കൂട്ടി തുടങ്ങിയല്ലേ വല്ലതും നടക്കത്തുള്ളൂ. ഈ വരുന്നവന്മാർക്ക് ഇത് വല്ല അറിയണോ? ഏതാണ്ട് ഞാൻ ഈ കാശെല്ലാം മരത്തിന്ന് ഉറയ്ക്കാന്ന് അമ്മയുടെ വിചാരം. ഒന്ന് ഞാനങ്ങ് ഉറപ്പിച്ചേക്കുവാ, ഇനി ഇങ്ങനെയുള്ള തെണ്ടികൾ വന്ന് കയറുവാണേ ഒക്കെയല്ലാന്ന് ഞാൻ മുഖത്തോക്കി അങ്ങ് പറയും. അപ്പൊ സന്തോഷമാണല്ലോ. എനിക്ക് ഉടനെ ഒരു മീറ്റിങ്ങിന് പോകാനുണ്ട്. ഇറങ്ങുമല്ലേ അപ്പോ? ഓക്കെ, കാണാം. തെരുവുപട്ടികൾ മുതൽ കോടീശ്വരന്മാർ വരെ വരുന്ന ഈ കടൽക്കരയിൽ എനിക്കൊരു കഥയുടെ നാമ്പ് കിട്ടാതിരിക്കുമോ? കിട്ടും, കിട്ടാതിരിക്കില്ല. പലതരം കാഴ്ചകൾ, പലതരം ആളുകൾ. എൻ്റെ കണ്ണുകൾ അവിടെയുള്ള ഓരോരുത്തരിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. അവിരാമമാണ്. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സെന്നോട് മന്ത്രിച്ചു, ഒരു ജീവിതത്തിൻ്റെ ഗന്ധം നിന്നെ സമീപിക്കുന്നു. അതിനെ നീ വിടാതിരിക്കുക. അത് നിന്റെ വിശപ്പിനെ ശമിപ്പിക്കും. നല്ല ചൂടുള്ള കപ്പലണ്ടി, കപ്പലണ്ടി 5 രൂപയുള്ളൂ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എന്നോട് മന്ത്രിച്ചത് മനസ്സായിരുന്നില്ല, എൻ്റെ വയറായിരുന്നു. അത് പറഞ്ഞു, കപ്പലണ്ടിയുടെ ഗന്ധം നിന്നെ സമീപിക്കുന്നു. അതിനെ നീ വിടാതിരിക്കുക. അത് നിന്റെ വിശപ്പിനെ ശമിപ്പിക്കും. ചേട്ടാ കപ്പലണ്ടി വേണ്ട. വേണ്ടേ? ഇത് വരാനാണ് എത്ര താമസം? കപ്പലണ്ടി, കപ്പലണ്ടി, നല്ല ചൂടുള്ള കപ്പലണ്ടി. വാടകയും തിരികെ പോകാനുള്ള വണ്ടിക്കാശും പിന്നെ ഇന്നത്തെ അത്താഴമായ 3 തട്ടുദോശയ്ക്കുമുള്ള വകയും മാത്രമാണ് ഇനി എൻ്റെ പക്കലുള്ളത്. നാളത്തെ ശുഭദിനം ഉണ്ണാവൃതത്തിനായി മാറ്റിവെച്ച് പുണ്യം നേടിയാലോ എന്ന ചിന്തയിലാണ് ഞാനിപ്പോൾ. ഒരു കഥാതന്തുവിനായുള്ള എൻ്റെ കാത്തിരിപ്പ് തുടരുകയാണ്. പൊതുസ്ഥലത്ത് വീഡിയോ വലിക്കരുത്, പോലീസ് പിടിക്കും. മത്തായി കണ്ടോ? കണ്ടോ? ഏത് മത്തായി? ചതിയൻ, ചതിയനായ മത്തായി. എനിക്കറിയില്ല. അല്ല, നിങ്ങൾക്കറിയാം. വഞ്ചകനാവൻ, ചതിയൻ, മത്തായി. അറിയോ? ഷോ, എനിക്കറിയില്ല നിങ്ങളീ പറയുന്ന ആളെ. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയും. അവൻ നിങ്ങളുടെ അടുത്തും വരും ചതിക്കാൻ. എന്നെയും എൻ്റെ അച്ഛനെയും പെങ്ങളെയും ചതിച്ചതുപോലെ അവൻ എല്ലാവരെയും ചതിക്കും. ചതിയനാവൻ മത്തായി. ഒരു വഞ്ചനയുടെ കഥ. ഇയാൾക്കു ഭ്രാന്തില്ലെങ്കിൽ ഇതൊരു പക്ഷേ ദൈവം എനിക്കായി അയച്ച ദൈവദൂതനാവാം. എന്തായിരിക്കും ആ കഥ? അല്ല, നിങ്ങൾ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. ആരാ മത്തായി? എന്താണ് ചെയ്ത്? മത്തായി അയാളെൻ്റെ സഹോദരൻ അല്ല, ആയിരുന്നു. സ്വന്തമല്ല. കുഞ്ഞായിരുന്നപ്പോൾ തെരുവിൽ നിന്നെടുത്തുകൊണ്ട് വളർത്തിയതാണ് എൻ്റെ അപ്പൻ. ആദ്യമായി എൻ്റെ അപ്പൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്ന് അവൻ വീട്ടിലേക്ക് വന്ന ദിവസം
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മയില്ലാത്ത ഞങ്ങൾക്കൊപ്പം അവനെ വളർത്തി. ഞങ്ങളും അവനെ സഹോദരനെ പോലെ സ്നേഹിച്ചു. ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞു. പക്ഷേ സത്യത്തിൽ അവൻ കുട്ടിക്കാലം മുതലേ ചതിയനായിരുന്നു. പക്ഷെ അപ്പൻ്റെ മുന്നിൽ അവൻ എന്നും നല്ലവനായിരുന്നു. വളരുന്തോറും അവൻ ചീത്തയായിക്കൊണ്ടിരുന്നു. ചീത്ത കൂട്ടുകെട്ടുകളായിരുന്നു പലപ്പോഴും. പറയാവുന്നിടത്തോളം ഞാൻ പറഞ്ഞു, പക്ഷെ ഉപദേശങ്ങൾക്കൊന്നും. ഒരു കഥയുടെ ബീജം തേടി വന്ന എൻ്റെ മുന്നിലേക്കിതാ ഒരു ജീവിതം തന്നെ തുറന്നു കാണിക്കപ്പെടുന്നു. ഒരു പച്ചയായ ജീവിതം. പക്ഷെ അപ്പോഴും എൻ്റെ അപ്പൻ അവനൊപ്പം ഉണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ പെങ്ങൾ സഹിച്ചു. പക്ഷെ അവളുടെ കല്യാണത്തിൻ്റെ തലേന്ന് എൻ്റെ അപ്പൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചു വെച്ച കാശും പണ്ടവും കൊണ്ട് അവൻ എങ്ങോട്ടോ പോയി. ഞങ്ങളെ വഞ്ചിച്ചിട്ട്, ചതിച്ചിട്ട്. അതെല്ലാം സഹിച്ചു. പക്ഷേ അവൻ എൻ്റെ പെങ്ങളെക്കുറിച്ച് നാട്ടിൽ അപവാദം പറഞ്ഞു വരുത്തിയപ്പോൾ അവനവൻ്റെ കൂട്ടുകാരോടൊക്കെ അവളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നത്. അത് സഹിക്കാൻ വയ്യാതെ എൻ്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്തു. എൻ്റെ അച്ഛൻ ചങ്കുപൊട്ടി മരിച്ചു. എല്ലാ വഞ്ചകം കാരണം. ഈ കത്തി കണ്ടോ? അവനെ കൊല്ലാൻ ഞാൻ സൂക്ഷിക്കുന്നത്. അവനെ തേടിയാ ഞാൻ നടക്കുന്നത്. അവനെ കണ്ട കൊല്ലും ഞാൻ. കൊല്ലും. അവൻ വരും. നിങ്ങളെ തേടിയും വരും. വന്നാ പറയണം ഞാൻ അവനെ കൊല്ലുമെന്ന്. പക്ഷെ അടുപ്പിക്കരുത്. ചതിയന മത്തായി. ചതിയനാവൻ. അടുപ്പിക്കരുത്. മത്തായി ചതിയനാവൻ. മത്തായിയുടെ കഥ, ഒരു വഞ്ചനയുടെ കഥ, ഒരു നൊമ്പരത്തിൻ്റെ കഥ. ഒരു ചെറുകഥയല്ല, ഒരു മുഴുനീളൻ നോവലിനു തന്നെയാണ് ആ ചെറുപ്പക്കാരൻ വഴി തുറന്നത്. മത്തായി, ചതിയൻ മത്തായി, അയാളുടെ അപ്പൻ. ഒരു പേര് വേണം. തദേവുസ്. കൊള്ളാം. ആ ചെറുപ്പക്കാരൻ, അയാൾ തോമസ്, തുമ്മി എന്ന തോമസ്. പിന്നെ ആ പെൺകുട്ടി സോഫിയ. കഥാന്ത്യത്തിൽ തുമ്മി മത്തായിയെ കൊല്ലുമോ? അതെൻ്റെ തൂലികയ്ക്ക് വിടാം. ഒരു കഥാകാരൻ എന്ന നിലയിൽ ആശയദാരിദ്ര്യത്തിൽ നിന്നും ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. ഇനി ഈ കടൽക്കാറ്റും സായന്തന ചക്രവാളവും ഒന്ന് ആസ്വദിക്കാവുന്നതേയുള്ളൂ. സ്വാർത്ഥമായ സന്തോഷത്തിലും തുമ്മിയുടെ ദുഃഖവും മത്തായിയുടെ വഞ്ചനയും ഒരു യഥാർത്ഥ ജീവിത സത്യമാണെന്ന് മനസ്സിലുണ്ടായി. ചേട്ടാ അഞ്ജലി, മത്തായെ കണ്ടോ? അല്ല, നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ അറിയും. അവൻ നിങ്ങളുടെ അടുത്തും വരും ചതിക്കാൻ. പക്ഷെ അടുപ്പിക്കരുത്. ചതിയനാവൻ. ചതിയൻ. ചതിയൻ മത്തായി. അടുപ്പിക്കരുത്. ഓർമ്മയുണ്ടോ കലാകാരന്? ഒരാഴ്ച മുന്നേ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ആ വാടകക്കാശിങ്ങടുത്ത് ഈ കയ്യിലോട്ട് വെച്ചോ. ചേട്ടാ, ഒരു ദിവസം കൂടി, ഒരേ ഒരു ദിവസം കൂടി.
ഞാനേ പിച്ചയല്ലേ ചോദിച്ചത്. കാശെടുക്കുക കലാകാരാ, അല്ലെങ്കിൽ ഇതാ ഈ നട്ടപ്പാതിരക്ക് ഇറങ്ങിക്കോ. ചേട്ടനല്ല, ഞാനാ ഭിക്ഷക്കാരൻ, വെറും തെണ്ടി. ഒരു നേരത്തെ ആഹാരത്തിന് കൂടി വകയില്ലാത്തൊരു. ഒരു ദിവസം കൂടി സമയം എനിക്ക് തരണം. പോകാൻ ഒരിടവുമില്ല. നാളെ രാത്രി കാശ് തന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. സത്യം. വലിയ കഷ്ടം തന്നെ. ഇവനൊക്കെ മുറിയും കൊടുക്കണം, പിന്നെ കണ്ണീരും കയ്യും. സാറേ, കപ്പലണ്ടി എടുക്കട്ടെ? 5 രൂപയുള്ളൂ. വേണ്ട, നല്ല കപ്പലണ്ടിയാണ്. എന്താ വേണ്ടേ? നിങ്ങളെന്താണ് ആളെ കളിയാക്കാണ്? ഓരോരുത്തർ ഇറങ്ങിക്കോളൂ, ആളെ മനക്കെടുത്താൻ. കണ്ടാ വല്ല കുറവുണ്ടോ? താടിയും മുടിയും കണ്ണടേ. കാൽനടയായി മൈലുകൾ താണ്ടി വീടെത്തുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടു നല്ലതു തന്നെ. ഒഴിഞ്ഞ മനസ്സുമായി ഇവിടെ വന്ന് ഒഴിഞ്ഞ കീശയുമായി പോകേണ്ടി വരുന്നുവെങ്കിലും എൻ്റെ കയ്യിലിപ്പോൾ ഒരു കഥയുണ്ട്. കഥയുടെ പേര് മത്തായി, ഒരു നൊമ്പരത്തിൻ്റെ കഥ. മത്തായി അവൻ തന്നെയായിരുന്നു. നൊമ്പരത്തിൻ്റെ കഥ അതെൻ്റേതും. ആരോടും കണക്കു പറയേണ്ടാത്ത ഒരു 1 രൂപ നാണയം. ഒരു ദാരിദ്ര്യവാസിയുടെ ഭിക്ഷാപാത്രത്തിലേക്ക് പടച്ചവനിട്ടു തന്ന ഒരു 1 രൂപ നാണയം. എൻ്റെ ഇടം കൈയുടെ ചൂട് പറ്റി അതങ്ങനെ ഇരിക്കുമ്പോൾ വലം കൈയിലെ തൂലിക ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. എഴുതുവാനേറെയുണ്ട്, അറിഞ്ഞതും അനുഭവിച്ചതും. വിഷയമില്ലായ്മ എന്ന ദുരിതം ഇപ്പോൾ എന്നെ അലട്ടുന്നില്ല. ആകെയുള്ള ആശങ്ക ഈ കഥ പൂർത്തിയാക്കാനുള്ള ആയുസ് എൻ്റെ തൂലികയ്ക്കുണ്ടാകുമോ എന്ന് മാത്രം.